നമ്മൾ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം നാളായില്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു വ്ലോഗ് പോലെ എടുക്കാം. മീൻസ് ഒരു ഈവനിങ് വ്ലോഗാണേ. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു 4:30 ആവുന്നുണ്ട്. ഇവനവിടെ എന്ത് ചെയ്യുകയാണോ എന്തോ. അപ്പോൾ ഈ 4:30 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ലൂണ ഇങ്ങ് വന്നേ ഓടി വാ. വീഡിയോ എടുത്താലോ? ആർ യു റെഡി? വീഡിയോ എടുത്താലോ? പക്ഷേ ചുമ്മാതിരിക്കേ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞാൻ ഈവനിങ്ങിലെ വ്ലോഗാണ് നേരത്തെ പറഞ്ഞ പോലെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ജോലികളൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ മുടിയിൽ എണ്ണയും കുറച്ച് ഹെയർ കെയർ പരിപാടികളൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുവാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തേക്കുന്നത് നമ്മുടെ റോസ്മേരി വാട്ടറില്ലേ, അതാണ്. അപ്പോൾ അത് ഞാൻ ഋഷിയും സ്പ്രേ ചെയ്യുന്ന കണ്ടപ്പോൾ ലൂണയെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവൻ്റെ മുഖത്തും കുറച്ച് അടിച്ചു കൊടുത്തു. അങ്ങനെ ഹെയറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് തുണി അലക്കി ഇനി അത് കൊണ്ട് വിരിക്കാൻ പോവുകയാണ്. കുറച്ച് നേരത്തെ അലക്കി വെച്ചതായിരുന്നേ. അങ്ങനെ മേളിൽ വന്നു. മേളിൽ പിന്നെ ഋഷിയും കൊണ്ട് വരുന്നത് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. കാര്യം ഈ കൈവരിക്ക് അധികം പൊക്കമില്ല. അപ്പോൾ അവൻ്റെ കൂടെ നിൽക്കണം, വിളിച്ച് നിൽക്കണം. ഋഷി അങ്ങോട്ട് പോവല്ലടാ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കണം. ഞാൻ എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞ് നോക്കാം അവ ഏത് വശത്തോട്ടാണ് പോകുന്നത്. കുറച്ച് നമുക്ക് പേടിയാവും. കാരണം വെച്ചാൽ കൈവരിക്ക് അത്രയും പൊക്കമില്ലാത്തതുകൊണ്ട്. പിന്നെ എപ്പോൾ തുണി വിരിക്കാൻ വന്നാലും അവനിങ്ങ് ഫ്രണ്ടിലോട്ട് വരണം എന്ന് പറയും. കാര്യം ഈ അവക്കാഡോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവക്കാഡോ ഇപ്പോഴും സെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അവരോട് പറയുകയാണ് ഇപ്പോൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി അങ്ങും ഇങ്ങൊക്കെ ചെറുതുകളാണ് നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ അവക്കാഡോ ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അടുത്ത വീട്ടിലെ ആൻറ്റി നമ്മളോട് ചോദിക്കും അവിടെ എന്താടേ പരിപാടി എന്നൊക്കെ ചോദിക്കുമായിരുന്നേ. ചന്ദ്ര ആൻറ്റി, അല്ലു എന്തിയേ? അല്ലു 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 ഇങ്ങ് വാ. ചേടാ ഇവൻ നോക്കുന്നില്ലല്ലോ. അല്ലു അല്ലെങ്കിൽ ഞാൻ വിളിച്ചാ വരുന്നതാണ്. അല്ലു അല്ലു കാണാൻ പോലും വയ്യ. അപ്പൊ അതിന്റെ അടിയിൽ കയറി കിടക്കുന്നു. വരത്തില്ലെന്ന് വീഡിയോ എടുക്കുന്നുണ്ടാടാ എന്തോ. ആന്റി ഏതമ്പലത്തിൽ പോയി? അവിടെ കഴിഞ്ഞ ആന്റി ലാസ്റ്റ്. അല്ലു. അങ്ങനെ തുണി വിരിക്കലൊക്കെ കഴിഞ്ഞു. താഴെ വന്ന് നല്ല മഴക്കോളം ഉണ്ടായിരുന്നുകൊണ്ട് മഴ പെയ്യും എന്നൊരു ഉദ്ദേശത്തിൽ പിന്നെ തൂക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ മഴ പെയ്തില്ല, മഴ ചതിച്ചു. പിന്നെ തൂത്തല്ലേ പറ്റൂ. അങ്ങനെ ഫ്രണ്ടും പ്രഘോഷം തൂക്കമാണ്. ഇതിനിടയിൽ ഇന്നലെ എൻ്റെ ഷൂ ലൂൺ എവിടെയോ കൊണ്ടിട്ടു കേട്ടോ. അത് കാണുന്നില്ല. അതാണ് ഞാൻ ഋഷി സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈവനിങ്ങിലെ ആ ഒരു ജോലികളൊക്കെ കഴിഞ്ഞു. ഞാൻ കുളിച്ചിട്ട് വന്നു. ഋഷി ആദ്യമേ കുളിപ്പിച്ച് അവിടെ ഫോണും കൊടുത്ത് ഇരുത്തിയേക്കും. അപ്പോൾ എൻ്റെ കുളി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുകയില്ലേ. അപ്പോൾ ചെറിയ രീതിയിലൊരു പൗഡറും എന്താ പറയുക ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അയ്യോ, പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ടില്ല. അപ്പം ഇനി നേരെ ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കിച്ചണിലേക്ക് ചെന്നപ്പോഴേക്കും ഞാൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ച് പറയുന്നുണ്ട് ഋഷി ഫോൺ നിർത്തടാന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവൻ നിർത്തിക്കോളും, കുഴപ്പമില്ല. കാര്യം പിന്നെ അവൻ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കില്ല എന്നറിയാം. അതുകൊണ്ടിട്ട് അങ്ങനെ ഞാൻ എൻ്റെ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് വെക്കുവാണ്. നിറച്ച് വെച്ചില്ലെങ്കിൽ പ്രശ്നമാണ് ഗൈസ്, ഞാൻ കുടിക്കത്തില്ല. അങ്ങനെ ചായ ഇടാൻ പോയപ്പോഴാണ് പാലെടുത്തിട്ടില്ല എന്ന് ഓർത്തത്. അപ്പോൾ ഉച്ചക്കേ കൊണ്ട് വെച്ചിരിക്കുന്ന പാലാണ് കേട്ടോ. 2:45 കൊണ്ടുവയ്ക്കുന്ന പാലാണ്. ഞങ്ങൾ ഫ്രണ്ടിലോട്ട് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നാൽ ലൂണ നമ്മുടെ കൂടെ കാണും കേട്ടോ. ഫ്രണ്ടിലോട്ടും പിറകിലോട്ടും അവനും നമുക്കൊപ്പം നടന്നോളും. അത് കുഞ്ഞിലേ ഉള്ളൊരു ശീലമാണെന്ന് തോന്നുന്നു. നമ്മളെവിടെ പോലെ നമ്മുടെ പിറകെ ആളും കാണും. അങ്ങനെ ഋഷിക്ക് ഹോർലിക്സ് ആണ്. ഞാനിങ്ങനെ ഹോർലിക്സിൻ്റെ ചെറിയ പാക്കറ്റാണ് മേടിക്കുന്നത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ബോട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പകുതി കൂടുതൽ കളയേണ്ടി വന്നിട്ടുണ്ട് ഇവൻ കുടിക്കാണ്ട്. കാര്യം പെട്ടെന്ന് മടുക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇത് കഴിയുമ്പോഴേക്കും അവൻ അടുത്ത ബൂസ്റ്റ് ആയിരിക്കും ഞാൻ മേടിക്കുന്നത്. അങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ. ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കത്തില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, മടുക്കുമല്ലോ, നമുക്കായാലും ഒരു വെറുപ്പ് വരുമല്ലോ. അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹോർലിക്സ് ആണ്. ഇതിനിടയ്ക്ക് ഞാൻ ചായയും കൊടുക്കുന്നുണ്ട്. ചായ അവന് വലിയ താല്പര്യമില്ല, എന്നാലും കൊടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ ചായയൊക്കെ ഇട്ട് ഞാനും അവനും സമാധാനപരമായി ഇരുന്ന് കുടിക്കുകയാണ്. കാര്യം ജോലികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കുന്നത് അതൊരു സമാധാനമാണല്ലോ. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടില്ലേ, എന്നും എപ്പോഴും ചായക്ക് കടികൾ കാണണമെന്നില്ല. ഇന്നിപ്പോൾ ഒരു കേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഋഷിക്ക് അത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം. അപ്പോൾ എൻ്റെ അടുത്ത് അവൻ ചോദിക്കുകയാണ് ആ കേക്ക് അമ്മയ്ക്കുള്ളതാണോ എനിക്കുള്ളതാണോ എന്നൊക്കെ.
അയ്യോ കരയുന്നടാ. ഉണ്ട് ഞാൻ വിചാരിച്ചു നീ കൊണ്ട് കളഞ്ഞത്, അതാണ് ചോദിച്ചത്. അപ്പം ഞങ്ങൾ ചായ കുടിക്കുവാണേ. ഇനിയിപ്പം കിച്ചണിൽ പരിപാടികളൊന്നുമില്ല. ഇല്ലെങ്കിൽ നമുക്ക് അരിയാട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. ഇന്നിപ്പോൾ എനിക്കതില്ല. കാര്യം ഇന്നലെ കല്ലമ്പലത്ത് പോയിട്ടുണ്ടായിരുന്നു ഞാനും അച്ഛനും കൂടി. അപ്പോൾ വരുന്ന വഴിക്ക് അപ്പത്തിൻ്റെ മാവ് മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഇനി അത് ഇതുവരെ ഓപ്പൺ ചെയ്തില്ല, നാളെ എടുക്കത്തുള്ളൂ. ഇന്ന് ദോശയുടെ മാവ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് എടുത്തില്ല. ഇനിയിപ്പോൾ നാളെ അപ്പത്തിനായിട്ട് ഇത് എടുക്കാമെന്ന് കരുതി. അതുകൊണ്ട് ഇന്ന് അരിയാട്ടാനൊന്നുമില്ല. വേറെ കിച്ചണിൽ പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പോൾ സമയം 6:15 കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വിളക്ക് കൊളുത്തണം. അപ്പോൾ ചായ ഒന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് കൊളുത്തും. ഋഷി ലൂണയായിട്ട് പുറത്തുനിന്ന് കളിക്കുകയാണ്. അപ്പോൾ നമുക്കിനി വിളക്ക് കൊളുത്തുമ്പോൾ കാണാം. ഒരു 6:30 ആയപ്പോഴേക്കും ഇനിയിപ്പോൾ വിളക്ക് കൊളുത്തേണ്ട പരിപാടികളാണ്. അപ്പോൾ ഞാൻ വിളക്ക് കൊളുത്തുന്ന ടൈമിലൊക്കെ ഋഷി കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ. എപ്പോഴും ലൂണയുടെ അടുത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ എപ്പോഴും വിളക്ക് കത്തിച്ച് കഴിഞ്ഞാലും ഋഷിയും ലൂണയും ഇതുപോലെ കുറിയിടാനായിട്ട് വന്ന് നിൽക്കും കേട്ടോ. അത് ലൂണയ്ക്ക് അതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ്. ലൂണയ്ക്ക് ഈ ഒരു ചെറിയ ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അവനെപ്പോഴും ഈ ടാപ്പിൽ വന്ന് നക്കും. അപ്പോൾ ആ ഒരു ശീലം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ അടിക്കുകയാണ് കേട്ടോ. നല്ല വിരട്ടി നിർത്തിയിരുന്ന അവൻ പിന്നെ അത് ചെയ്യത്തില്ല. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് അവൻ ഈ വേല കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് അവൻ ഈ അടി കൊള്ളുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഒന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ 2-3 ദിവസമായി വീട്ടിലോട്ട് പോയിട്ട്. അപ്പോൾ ഒന്ന് പോയിട്ട് വേഗം വരാമെന്ന് കരുതി. അങ്ങനെ അബിയേട്ടനോട് വിളിച്ച് പറയുകയാണ് വീട്ടിൽ പോയിട്ട് വരാം. ചില ദിവസം ഞാൻ ഫോൺ കൊണ്ടുപോകില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങുവാണ്. കണ്ട വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്താ, ഷെയർ. ഇത് കണ്ടോ, ഇത് ഇവന്മാർക്ക് ചേട്ടൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ ഒരു ബോക്സിനകത്ത് നിറച്ച് കളർ പെന്ന, കളർ പെൻസിൽ, ക്രയോൺസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണേ. ഞാൻ എൻ്റെ ചെറുതിലൊന്നും ഇങ്ങനത്തെ ഈ മധുര ഐറ്റംസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് അച്ഛനൊക്കെ കൊണ്ടുവരുന്നത് നല്ല നീളത്തിനുള്ള ഒരു പാക്കറ്റിനകത്തുള്ള കളർ പേനകളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയല്ലേ ഇവന്മാർക്കൊക്കെ. ക്രയോൺസ് ആണോ അതിൻ്റെ അകത്ത്? ചേട്ടൻ കൊണ്ടുവന്നില്ലടാ അത്. അഗു എൻ്റെ ചേട്ടനല്ലേ? അയ്യടാ, ഇത് ഞാൻ കൊണ്ടുപോക്കോട്ടെ? ഇത് ഞാൻ കൊണ്ടുപോട്ടെ? എന്താ എനിക്കൂടെയാണ് ചേട്ടൻ കൊണ്ട് തന്നത്? അങ്ങനെ അവിടെ നിന്ന് അവനെ കുറച്ച് നേരം ഭ്രാന്തെടുപ്പിച്ചു കേട്ടോ. അങ്ങനെ വെളിയിൽ വന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു 8 മണി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുവാണ്. വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അവിടെ ഇരിക്കുക, ഇവന്മാരോടെയൊക്കെ കളിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ടാറ്റ ബേബിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. സോ ഗൈസ്, നമ്മൾ വീട്ടിൽ പോയിട്ട് എത്തി കേട്ടോ. ഞാനും ഋഷിയും കൂടെയാണ് പോയത്. 2 പേരായിട്ട് പോയത്. ഇപ്പം 3 പേരായിട്ട് തിരിച്ചു വന്നത്. അദ്ദേഹം കൂടി എത്തിയിട്ടുണ്ട്. ഹായ്. അപ്പം രാമ ഇനി കുറച്ച് നേരം ഇവിടെ കാണും. കുറച്ച് കഴിയുമ്പോഴേക്കും ചേച്ചി ഒന്ന് വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇപ്പം എനിക്ക് നല്ല വിശപ്പ്. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കാനായിട്ട് ചപ്പാത്തിയും പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഇല്ലേ, അതിൻ്റെ കറിയായിരുന്നേ. ഗ്രേവി ഒന്നും ഇല്ലാണ്ട് ഒന്ന് ഡ്രൈ ആക്കി വെച്ചിരുന്നത്. അങ്ങനെ അത് കഴിച്ചു. ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു കട്ടൻ കുടിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ കട്ടനുമായിട്ട് ഇരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഋഷിക്ക് ചോറ് കൊടുക്കണം. പിന്നെ ഞാനിപ്പോൾ ഓൾറെഡി 2 ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചു, ഒരു കട്ടനുമായി. അപ്പോൾ എൻ്റെ ഡിന്നർ ഓൾറെഡി കഴിഞ്ഞു. ഇനി ഋഷിക്ക് ചോറ് കൊടുക്കണം. പിന്നെ ഞങ്ങൾ കിടക്കും. കുറച്ച് നേരം കൊണ്ട് അവൻ കാർട്ടൂൺ കാണും, ലിറ്റിൽ കൃഷ്ണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അതുകൂടെ കണ്ടിട്ട് പിന്നെ നമ്മൾ ഉറങ്ങും. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈവനിങ്ങിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. കഴിഞ്ഞു. അപ്പോൾ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇനിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.